മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. തൻ്റെ പ്രവർത്തന മേഖലകളുമായിട്ട് ഈശോ മുന്നോട്ട് പോകുമ്പോൾ താൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്ക് ഈശോ 2 പേരായിട്ട് 72 പേരെ ഈശോ പറഞ്ഞു വിടുകയാണ്. 72 പേരെ പറഞ്ഞു വിടുകയാണ്. വലിയ ഒരു ജനമാണ് പോകുന്നത്. ഈ പോകുന്ന ആളുകൾക്കെല്ലാം ചില ശുശ്രൂഷകളുണ്ട്. അവരെങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, എന്തായിരിക്കണം അവരുടെ ജീവിതശൈലി എന്നുള്ളതെല്ലാം കർത്താവ് ഈ വചനത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ 72 പേരും സ്വന്തമാക്കേണ്ട ഒരു ജീവിതശൈലി ഈശോ വരച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്. അവരുടെ പ്രാർത്ഥന കൊയ്ത്തിൻ്റെ നാഥനോടാണ്. വലിയ ഒരു വിളഞ്ഞു കിടക്കുന്ന വിളനിലം കിടപ്പുണ്ട്. കൊയ്യാൻ ആൾ വളരെ കുറവാണ്. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കണം. അത് ഈശോ കൊടുക്കുന്നൊരു ഇക്വേഷനാണ്. നോക്കൂ, കൊയ്ത്ത് വളരെ വലുതായിരിക്കണം, വേലക്കാർ ചുരുക്കമായിരിക്കണം. ഈ വേലക്കാരാണെങ്കിൽ ചുരുക്കമായിരിക്കുമ്പോഴും വിളവിൻ്റെ നാഥനോട് ഈ വിളനിലത്തിന് വേലക്കാരെ അയച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എപ്പോഴും വേലക്കാർ കൂടുതലാവുകയും വിളനിലം കുറവാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. ക്രിസ്തു അതും വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് വിടുന്നത്. മുമ്പിലുള്ളതൊക്കെ ചെന്നായ്ക്കളായിരിക്കാം, പക്ഷെ നിങ്ങൾ കുഞ്ഞാടുകളാണ്. നിങ്ങളുടെ ശാന്തതയും നിങ്ങളുടെ ജീവിതശൈലിയും ചെന്നായ്ക്കളെ പോലും, നിങ്ങളെ കടിച്ചു കയറാൻ നിൽക്കുന്നവരെ പോലും ശാന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 3, കയ്യിൽ കരുതേണ്ടത് സഞ്ചിയും ചെരുപ്പും വടിയിൽ അതുപോലെ പണസഞ്ചികളൊന്നുമല്ല. നിങ്ങൾ കരുതേണ്ടത് സമാധാനമാണ്. പോകുന്നിടത്തെല്ലാം, പോകുന്ന വീടുകളിലെല്ലാം സമാധാനം കൊടുക്കണം. ഇനി നിങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ എവിടെയൊക്കെ പ്രവേശിക്കുന്നു അവിടെയൊക്കെ അവർ നിങ്ങളെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കും. എന്താണോ കിട്ടുന്നത് അത് ഭക്ഷിക്കുകയും. ഇങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങൾ സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ ലോകം മുഴുവൻ പ്രഘോഷിക്കുവിൻ. എത്ര സുന്ദരമായിട്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത്. ഇതുതന്നെയല്ലേ മിഷണറി ചൈതന്യവും. തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് തന്നോട് ചേർത്ത് നിർത്തി വലിയ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്ന കർത്താവ് അതിനേക്കാൾ വലിയ ഒരു ജനക്കൂട്ടത്തെ 72 പേരെ വീണ്ടും പറഞ്ഞേക്കുകയാണ്. ഇവർ തിരിച്ചു വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് പിശാചിനെ കീഴടക്കാൻ പറ്റുന്നു, രോഗങ്ങൾ സുഖമാക്കാൻ പറ്റുന്നു, അതിലൊന്നും അല്ല. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഈ ശുശ്രൂഷ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഗ്ദാനം, നിൻ്റെ പേര് സ്വർഗത്തിൽ കർത്താവ് എഴുതി വച്ചിരിക്കുന്നു. കർത്താവിന് നിന്നെ ഈശോയുടെ ഓർമ്മയിൽ ഞാനും എന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെ ആകട്ടെ നമ്മുടെയും വലിയ ഒരു ചൈതന്യവും ശക്തിയും. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, ഈ ശുശ്രൂഷ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എപ്പോഴും നിലനിൽക്കാനായിട്ട് ഇടയാകട്ടെ. ഈശോയാകുന്നു വലിയ സമ്പത്തിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ വിളി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവർക്കും കൃപയാകണമേ എന്ന പ്രാർത്ഥനയും, അനേകം ആളുകൾ ഈ വിളവിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, മനസ്സിൽ സൂക്ഷിക്കുന്നത് ഇത് മാത്രമായിരിക്കുവാനായിട്ട്, വലിയ സ്വാർത്ഥ ലാഭങ്ങളില്ലാതെ ദൈവത്തെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയാക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവരും നല്ല ദിവസം ആശംസിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.